ഞാൻ ടെലിവിഷനാണ്. നിങ്ങളുടെ വീട്ടിലെ ഒരംഗം പോലെ ഞാൻ മാറിയിരിക്കുന്നു. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ പലപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ചില വീടുകളിൽ ആദ്യം കേൾക്കുന്നത് ഗുഡ് മോർണിംഗ് അല്ല, ടി വി ഓൺ ചെയ്യൂ. അമ്മ പറയും, മോനെ പഠിക്കാനിരിക്കുക. മോൻ പറയും, അമ്മേ 2 മിനിറ്റ്. ആ 2 മിനിറ്റ് എപ്പോഴാണ് 2 മണിക്കൂറാകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. വീട്ടിൽ ആരും എന്നോട് സംസാരിക്കാതിരുന്നാലും പ്രശ്നമില്ല. ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. വാർത്തകളും വിനോദ പരിപാടികളും സിനിമകളും സീരിയലുകളും വിദ്യാഭ്യാസ പരിപാടികളും ആത്മീയ പരിപാടികളും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പല കാഴ്ചകളും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? അതോ ഞാൻ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, ഇനി 5 മിനിറ്റ് മാത്രം ടി വി കാണാം. പക്ഷേ ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റൊരു പരിപാടി വരും. ഇതും കൂടി കണ്ടിട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും നിങ്ങൾ അറിയുന്നില്ല. അവസാനം നിങ്ങൾ ക്ലോക്കിൽ നോക്കുമ്പോൾ, അയ്യോ, ഇത്രയും സമയമായോ എന്ന് പറയും. ഞാൻ നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങളുടെ ശ്രദ്ധയും കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപയോഗിക്കണം. ഞാൻ നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കേണ്ട സമയത്ത് ഞാൻ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കേണ്ട സമയത്ത് ഞാൻ അവരുടെ ഇടയിൽ ഒരു തടസ്സമായി മാറുന്നുണ്ടോ? ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ കാണിക്കുന്നതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കേണ്ടതില്ല. നല്ലത് തിരഞ്ഞെടുക്കുക, മോശമായത് ഒഴിവാക്കുക. 1 കൊരിന്ത്യർ 6:12 ഇപ്രകാരം പറയുന്നു, സകലവും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. അതുകൊണ്ട് എന്നെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്താണ് കാണുന്നത്, എത്ര സമയം കാണുന്നു, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതെല്ലാം ശ്രദ്ധിക്കണം. എന്നെ വീട്ടിൽ വച്ചോളൂ, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് ഞാനല്ല, യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ടി വി കാണാം, നല്ലത് കാണാം, സമയം നിയന്ത്രിക്കാം. പക്ഷേ അതോടൊപ്പം ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും കുടുംബത്തിനും സമയം കൊടുക്കാം. നമ്മുടെ ടെലിവിഷൻ സംസാരിക്കട്ടെ, പക്ഷേ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കട്ടെ. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.